മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ഇന്നത്തേക്ക് രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ഭക്തരെ, ആരെങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ആ കുഴി ചാടിക്കടക്കാം എന്ന് പഠിപ്പിക്കുന്നത്. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്ന് പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാകാം. ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല, പകരം തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും. ഭക്തരെ, ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും തൃപ്തനായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകില്ല. ഭക്തരെ, മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം സമാധാനത്തിന് പ്രാധാന്യം നൽകുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ജീവിച്ചു തുടങ്ങുന്നുവോ, അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായിരിക്കും. സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഭക്തരെ, സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർക്ക് മടുത്തു തുടങ്ങിയെന്ന് വരും. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനേ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. ഭക്തരെ, ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ്. ഭക്തരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.